പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ മനോഹരമായ മയിലുകൾ ഒരു മരത്തിൽ താമസിച്ചിരുന്നു. ആ മരത്തിന് താഴെയുള്ള മാളത്തിൽ കുറെ എലികളും ജീവിച്ചിരുന്നു. മരത്തിലുണ്ടായിരുന്ന മയിലുകളെ കാണാൻ നല്ല വലിപ്പമുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന പാമ്പുകൾ ഇവറ്റകളെ വല്ലാതെ ഭയന്നിരുന്നു. ആ ഭാഗത്തേക്കെങ്ങാനും ഒരു പാമ്പ് വന്നാൽ ഈ മയിലുകൾ പറന്നു വന്ന് ആ പാമ്പിനെ കൊത്തി കൊത്തി കൊല്ലുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കെങ്ങും ഒരു പാമ്പ് പോലും വരില്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ എലികൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ആ മരത്തിൽ മയിലുകൾ ഉണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് പാമ്പുകളുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ട് എലികൾ ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഒരു രാജനാഗം ഒരു തവളയെ പിന്തുടർന്നു വന്നുകൊണ്ടേയിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കാനായി ആ തവള ചാടി 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 എലികളുള്ള ഭാഗത്തേക്ക് വന്നു. എലികൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാനുള്ള കാരണം ഉടൻ തന്നെ തവളയ്ക്ക് മനസ്സിലായി. ഉടനെ എലിയോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം എത്ര പുണ്യം ചെയ്തവരാ. ഈ മരത്തിൽ മയിലുകൾ ഉള്ളതുകൊണ്ട് പാമ്പുകളൊന്നും ഈ ഭാഗത്തേക്കേ വരില്ല. അതുകൊണ്ടാ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അഥവാ പാമ്പെങ്ങാനും ഇങ്ങോട്ട് വന്നാ മരത്തിനു മുകളിലുള്ള മയിലുകൾ ഒറ്റ കൊത്തിന് അതിനെ കൊന്നുകളയും. അതുകൊണ്ടാ ആപത്തൊന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. തവള പറഞ്ഞത് കേട്ട എലികൾ തവളയോട് പറഞ്ഞു, നീ പറയുന്നത് കേൾക്കാൻ വിചിത്രമായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയാണ് പല കാലങ്ങളായി ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പാമ്പുകൾ എങ്ങനെ ഞങ്ങളെ തിന്നും? പാമ്പുകൾക്ക് ഞങ്ങളെ കണ്ട വല്ലാത്ത പേടിയാ. അതുമാത്രമല്ല, ഈ മരത്തിലുള്ള മയിലുകളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഇവറ്റകളെ കണ്ട കാട്ടിലുള്ള ഒരു മൃഗത്തിനും ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട തവള മനസ്സിനുള്ളിൽ ചിരിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നതാണ് സത്യം. എന്നെ വിശ്വസിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ തവള പറഞ്ഞ കാര്യം എലികൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ തവള പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് എനിക്കും ആപത്തുണ്ടാകും എന്നും പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ഒട്ടും ആലോചിക്കാതെ ചാടി പുറപ്പെട്ടു. ഇങ്ങനെ ഓടിപ്പോയ തവളയെ കണ്ട് ആ എലികൾ വല്ലാതെ കളിയാക്കി ചിരിച്ചു. ഈ തവളയെ കണ്ടോ? പേടിച്ചോടുന്ന കണ്ടോ? നമ്മളെ കണ്ടിട്ട് തവളയ്ക്കും പേടിയാ എന്നും പറഞ്ഞ് മരത്തിന് മുകളിലേക്ക് കയറി മയിലുകളുള്ള സ്ഥലത്തേക്ക് എലികൾ കയറി ചെന്നു. മയിലുകളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷണത്തിലാണുള്ളതെന്ന് കുറച്ചു മുമ്പ് ഒരു പേടിത്തൊണ്ടനായ തവള പറഞ്ഞു. പക്ഷേ നിങ്ങൾ എല്ലാവരുമാണ് ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ളത് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. അപ്പോ മയിലുകൾ എലികളോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്നത് സത്യമല്ല. വാസ്തവത്തിൽ നിങ്ങളാണ് ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ളത്. ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കൊന്നും പാമ്പുകൾ വരാത്തത്. പാമ്പുകൾക്ക് എലികളെയും തവളകളെയും ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നേ ചത്തേനെ എന്ന് പറഞ്ഞു. അതിനായി എലികൾ മയിലുകളോട് ദേഷ്യത്തോടെ പറഞ്ഞു, ഈ ക്ഷണം തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോണം. നിങ്ങളുടെ സംരക്ഷണത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളെ കടിച്ചു കൊന്നുകളയും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് മയിലുകൾ, ഈ മൂർഖ സ്വഭാവമുള്ള എലികളെ നന്നാക്കാനേ കഴിയില്ല. ഇവർക്കുള്ള ആപത്ത് ഇവര് തന്നെ തേടിക്കോളും. ഇവരുടെ ഈ മൂർഖ സ്വഭാവം കാരണം ഇവരുടെ അവസാനം ഇവര് തന്നെ തേടിക്കോളും. നമ്മളെല്ലാവരും മറ്റൊരു മരത്തിലേക്ക് പോകാം എന്നും പറഞ്ഞ് കൂട്ടത്തോടെ ആ മയിലുകൾ എല്ലാവരും മറ്റൊരു നല്ല മരം എവിടെയുണ്ടെന്ന് നോക്കി അങ്ങോട്ടേക്ക് കൂട്ടത്തോടെ പുറപ്പെട്ടു. ഇങ്ങനൊരു സന്ദർഭം എന്നെങ്കിലും കിട്ടുമെന്നോർത്ത് കാത്തിരുന്ന പാമ്പുകൾ മയിലുകൾ ആ മരം വിട്ടു പോയ കാര്യം അറിഞ്ഞ് പാമ്പുകളെല്ലാവരും വേഗം അവിടേക്ക് വന്ന് ഒരു നിമിഷം പോലും വെറുതെ കളയാതെ അവിടെ ഉണ്ടായിരുന്ന എലികളെ മുഴുവനും ഓരോന്നായി വേട്ടയാടി മൊത്തം തിന്നു തീർത്തു. നീതി: മൂർഖ ഗുണമുണ്ടെങ്കിൽ തങ്ങളുടെ ആപത്ത് തങ്ങൾ തന്നെ തേടി കണ്ടെത്തും എന്നർത്ഥം. അതുകൊണ്ട് ആരുടെ അടുത്തും മൂർഖ സ്വഭാവത്തോടെ ഒരിക്കലും പെരുമാറരുത്. Hi kids, hope you like the video. Subscribe for more videos. Visit us in Facebook and Twitter. Thank you. Bye bye.